അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏവർക്കും സുപ്രഭാതം വെളിച്ചം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ത്യാഗത്തിൻ്റെയും സ്മരണയുടെയും ബലിപെരുന്നാൾ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി വിശുദ്ധമായ ഉളിഹിയത്ത് കർമ്മത്തിൻ്റെ ചില മസ്അലകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് ഇന്ന് നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് കർമ്മശാസ്ത്ര പണ്ഡിതനായ വഹാബ് ഹൈതമി ഉസ്താദ് അവർകളാണ്. ഉസ്താദിനെ നമ്മുടെ ഈ ചെയറിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഇന്ന് വിശുദ്ധമായ ബലികർമ്മം ഉളിഹിയത്ത് നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. വളരെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഉളിഹിയത്ത് എന്നുള്ളത്. ഇതിന് പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങളുള്ള ഒരു വിഷയമാണ് ഉളിഹിയത്ത്. അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഉളിഹിയത്ത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലം ഉണ്ട്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെ ബന്ധപ്പെട്ട വളരെ വിശാലമായ ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. നമ്മളെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് വിശദീകരിക്കാൻ പ്രയാസമായിരിക്കും. ഏകദേശം ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മത്തിന് അത് പ്രത്യേകം മുഅക്കദായ സുന്നത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. അതിൻ്റെ പുറമെ ചില മദ്ഹബുകളിലൊക്കെ അത് നിർബന്ധമാണ് എന്ന് വരെ പറയപ്പെട്ട മദ്ഹബുകൾ നമുക്ക് കാണാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് ഒരു സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ, അഥവാ പെരുന്നാളിൻ്റെ രാവും പകലും അവനും ചെലവെടുക്കൽ നിർബന്ധമായ ആൾക്കും ആവശ്യമാകുന്നത് കഴിഞ്ഞ് ഉള്ള ആളുകളൊക്കെ ഈ ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കണം എന്നതാണ് അതിൻ്റെ മതപരമായ ഒരു വീക്ഷണം. അതിൻ്റെ പുറമെ അതുകൊണ്ട് ഒരു സാമൂഹികമായ ലക്ഷ്യം കൂടിയുണ്ട്. അത് പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ, വലിയ പെരുന്നാളിൻ്റെ അയ്യാമത്ത് ശരീക്കിൻ്റെയും ദിവസങ്ങളിൽ ആരും വീട്ടിൽ നല്ല ഭക്ഷണങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ, നല്ല കൂട്ടാനും മറ്റുമൊക്കെ അവർക്ക് ലഭിക്കാൻ മാംസം എത്തുക എന്നതുകൂടി അതിനൊരു സാമൂഹികപരമായ ഒരു കാര്യം കൂടി അതിന് പിന്നിലുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി ഇതൊരു കർമ്മശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അതിൻ്റെ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ രണ്ടാമത് പറഞ്ഞ അതിൻ്റെ ഉപകാരത്തിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് മാത്രം. പിന്നെ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹലിലെ ഷെയറായിട്ട് കൊണ്ടുള്ള ഉളിഹിയത്തുള്ള കാര്യം, അതിനെക്കുറിച്ച് എന്താണ്? അതെങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് ഉളിഹിയത്ത് അറക്കുന്നതിനെ കുറിച്ചും അല്ല ഒറ്റയായിട്ട് ഉളിഹിയത്ത് അറക്കുന്നതിനെ കുറിച്ചുള്ള നേട്ടങ്ങളും ഒന്ന് ഉസ്താദ് വിശദീകരിക്കാം. ഉദ്ഹിയ്യത്ത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വളരെ കുറച്ച് കാലങ്ങളായി നമ്മുടെ നാടുകളിലൊക്കെ മഹല്ലത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ ചില സംഘടനകളുടെ അടിസ്ഥാനത്തിലുമൊക്കെ സംയുക്തമായി ഉദ്ഹിയ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ അത് ഓരോരുത്തരെ വീടുകളിൽ വെച്ച് അറക്കുന്ന സംവിധാനമായിരുന്നു നമ്മുടെ നാടുകളിലൊക്കെ ഭൂരിഭാഗം ഉണ്ടായിരുന്നത്. ഉദ്ഹിയ്യത്ത് അറക്കുന്ന വ്യക്തി ഒരു പൂളായ മൃഗത്തെ അറക്കുകയും അത് തൻ്റെ അഹ്ലികായിൽ വെച്ച് അറക്കുകയും ചെയ്യുക എന്നതാണ് കർമ്മശാസ്ത്രപരമായി ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഏറ്റവും അഫ്ളൽ അത് തന്നെയാണ്. എന്നാൽ നമ്മുടെ മഹല്ലുകൾ നടത്തുന്ന ഈ സംവിധാനത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് എന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം സംയുക്തമായി നടത്തുന്നത് കൊണ്ട് പഴയ കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും ഒരു വീട്ടിൽ അറുത്ത് കഴിഞ്ഞാൽ ഒരു പരിസരത്ത് 2 മുതലാളിമാരോ 3 മുതലാളിമാരോ അറക്കും. അതിൻ്റെ പരിസരത്തുള്ള വീടുകൾക്കും അവരുടെ കുടുംബക്കാരൊക്കെ ആയ ആളുകൾക്ക് ഒരുപാട് ആവശ്യത്തിലധികം മാംസങ്ങൾ അവർക്ക് ലഭിക്കുന്ന ഒരവസ്ഥ. അതേ സമയത്തിൽ പിന്നെ ചില ഏരിയകളിൽ പാവങ്ങൾ മാത്രം താമസിക്കുന്ന ഏരിയകളിലേക്ക് പലപ്പോഴും ഇതിന് മാംസം എത്താത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന്, വീടുകളിൽ വെച്ച് അറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് മുഴുവനായിട്ട് വാങ്ങി അറക്കുന്ന ആളുകൾ മാത്രമേ ഉദ്ഹിയ്യത്ത് അറക്കാറുണ്ടായിരുന്നുള്ളൂ. ഈ സംയുക്തമായിട്ട് അറക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അത് ഏയാൾക്ക് കൂടാമെന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് പലർക്കും മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് കുറച്ചുകൂടി സാമ്പത്തികമായി വലിയ സമ്പന്നന്മാരല്ലാത്ത ഒരിടത്തരക്കാരായ ആളുകൾക്കൊക്കെ ഇതിൽ പങ്കുചേരാനുള്ള അവസരങ്ങളും ഉണ്ടായി. മറ്റൊന്ന്, ഒരാൾ ഇത് അറക്കുമ്പോൾ അവർക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചു കൂട്ടാനും അത് എത്തിച്ചു കൊടുക്കാനൊക്കെ വലിയ പ്രയാസങ്ങളും സാമ്പത്തിക ചെലവുകളും റിസ്ക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഈ മഹല്ല് കമ്മിറ്റിൻ്റെ കീഴിൽ സംയുക്തമായി യുവാക്കളൊക്കെ സജീവമായി ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ട് അതൊക്കെ വളരെ എളുപ്പമായി തന്നെ നടക്കാൻ സാധിച്ചു. ഇങ്ങനെയുള്ള കുറേ ഉപകാരങ്ങൾ ഈ സംയുക്തമായി നടത്തുന്നതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരാൾ സ്വന്തമായി ഇതൊക്കെ സഹിച്ചുകൊണ്ട് സ്വന്തം അഹ്ലികാൽ വെച്ച് തന്നെ ഒരു പൂർണ്ണമായ മൃഗം അറക്കുകയാണെങ്കിൽ അഹ്ലികാർക്ക് കൂടി അതിൻ്റെ പുണ്യം ലഭിക്കുമെന്ന അതിൻ്റെ അഫ്ളലായ രൂപം നടക്കുമെന്നതും മറ്റൊരു കാര്യമാണ്. അങ്ങനെ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യാം. എന്നാൽ കൂട്ടമായി ഇറക്കുന്ന സമയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മസാലകളുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും
ഉദ്ഹിയത്തിൻ്റെ പുണ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയും ഇതിലുണ്ട് എന്നത് മറ്റൊരു വിഷയം. അതുപോലെ ഉസ്താദെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേക ഉദിയത്ത് അറക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂലി അവരുടെ കബറിലേക്ക് എത്തുമോ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു. മരണപ്പെട്ടു പോയ ആളുകളുടെ മേൽ ഉദ്ഹിയത്ത് അറക്കണമെങ്കിൽ അവർ മരിക്കുന്നതിൻ്റെ മുമ്പ് ജീവിത കാലഘട്ടത്തിൽ എനിക്കങ്ങനെ ഉദ്ഹിയത്ത് അറക്കണമെന്ന് വസീയത്ത് ചെയ്യണം. എന്നാൽ മാത്രമേ അവരുടെ പേരിൽ നമുക്ക് ഉദ്ഹിയത്ത് അറക്കാൻ സാധിക്കുള്ളൂ. അതല്ലാതെ നമ്മളെ മരണപ്പെട്ടു പോയ വാപ്പ അതുപോലെ വല്യപ്പ പോലെയുള്ള ആളുകളുടെ പേരിൽ അവരുടെ പേരിൽ ഉദ്ഹിയത്ത് നമുക്ക് അറക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പേരിൽ തന്നെ ഉദ്ഹിയത്ത് അറക്കുക. എന്നാൽ അതിൻ്റെ പുണ്യം, അതിൻ്റെ സവാബ് അവരിലേക്ക് കൂടി ഹദിയ ചെയ്യുക. എന്നാൽ അവർക്ക് അതിൻ്റെ പുണ്യം ലഭിക്കുന്ന അവസ്ഥകളുണ്ട്. അവരുടെ പേരിലായിട്ട് ഉദ്ഹിയത്ത് ആവുകയില്ല. അത് ആവണമെങ്കിൽ അവർ വസീയത്ത് ചെയ്യണം. അങ്ങനെ ചെയ്തവർക്ക് മാത്രമേ അത് അറക്കാൻ പറ്റൂ. അല്ലാതെ അറുത്താൽ അവരുടെ പേരിൽ ഉദ്ഹിയത്താവില്ല. അതുപോലെ നമ്മുടെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഹക്കീക്ക അറക്കൽ വളരെ മഹത്തായ സുന്നത്തായ കർമ്മമാണ്. ഈ ഉദ്ഹിയത്തിനോട് കൂടെ ഹക്കീക്കയുടെ കരുതി കൊണ്ട് അറക്കൽ രണ്ടിൻ്റെയും കൂലി ലഭിക്കും. ഹക്കീക്ക അറക്കുക എന്നത് ഉദ്ഹിയത്ത് പറഞ്ഞതുപോലെ തന്നെ വളരെ പുണ്യമായ ഒരു കാര്യമാണ്. ഹക്കീക്ക അറക്കൽ സുന്നത്തായ ആളുകൾക്ക്, ഹക്കീക്ക എന്ന് പറയുന്നത് അറക്കൽ ഒന്ന് രക്ഷിതാവിൻ്റെ സുന്നത്തുണ്ട്, ഒന്ന് അവനവനുള്ള സുന്നത്തുണ്ട്. രണ്ട് സാഹചര്യങ്ങളുണ്ട് ഹക്കീക്ക അറക്കുന്നിടത്ത്. ഒരു കുഞ്ഞ് പ്രസവിച്ചിട്ട് ഉമ്മയുടെ നിഫാസ് കഴിയുന്നതിന് മുമ്പ്, അഥവാ ഒരു 60 ദിവസം, ഈ 60 ദിവസത്തിൻ്റെ മുമ്പായി ഇദ്ദേഹത്തിന് ഹക്കീക്കത്ത് അറക്കാൻ ആവശ്യമാകുന്ന സമ്പത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഉപ്പാക്ക് അത് സുന്നത്താവുന്നുള്ളൂ. ആ സമയത്തിൽ കഴിവില്ലാത്ത ആളായിരിക്കും. ചിലപ്പോൾ പലരും ഫസ്റ്റ് പ്രസവം മറ്റൊക്കെ ആകുമ്പോൾ വലിയ ജോലികളൊന്നും ഇല്ലാത്തവരായിരിക്കും. അവർ കടക്കെ വാങ്ങിയിട്ട് നിൽക്കിയിരിക്കും. ആ സമയത്തിൽ അവർക്ക് ഹക്കീക്കത്ത് സുന്നത്താവുന്നില്ല. എന്നാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കുട്ടിയുടെ പേരിൽ ഹക്കീക്കത്ത് ഇറക്കാൻ അവർക്ക് സാഹചര്യം വരുന്നില്ല. പിന്നെ അവർ 4 വർഷം 5 വർഷം കഴിഞ്ഞ് ഇറക്കാന്നുണ്ടെങ്കിൽ സാധിക്കില്ല. അതേ സമയത്തിൽ അപ്പോൾ കഴിവുണ്ടായിട്ട് ഇറക്കാത്ത ആളുകൾ, ഒരുപക്ഷെ അവൻ്റെ സമ്പത്ത് അവൻ്റെ കയ്യിലെത്താത്തത് കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടൊക്കെ ഇറക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഉദ്ഹിയത്തിൽ ഒരു ഷെയർ വാങ്ങിക്കൊണ്ട് അവർക്ക് ഇറക്കാം. ഉദ്ഹിയത്തിൻ്റെ മൃഗത്തിൽ. പക്ഷേ ഉദ്ഹിയത്തിൻ്റെ ഷെയർ വേറെ ആയിരിക്കണം, പിന്നെ അക്കീക്കൻ്റെ ഷെയർ വേറെ ആയിരിക്കണം. ഇനി അക്കീക്ക് മാത്രം ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഓഹരി വാങ്ങുക, അത് തൻ്റെ കുട്ടിയുടെ അക്കീക്കാണെന്ന് കരുതുക. പിന്നെ അതിൽ ഉദ്ഹിയത്തിന് നിയ്യത്ത് വെക്കരുത്. ഉദ്ഹിയത്തിന് നിയ്യത്ത് വെക്കുകയാണെങ്കിൽ 2 ഷെയർ വാങ്ങണം. ഒരു ഷെയർ ഉദ്ഹിയത്തിനും ഒരു ഷെയർ അക്കീക്കത്തും അങ്ങനെ വാങ്ങണം. അല്ലെങ്കിൽ അക്കീക്കക്ക് മാത്രം, ബാക്കിയുള്ള ആളുകൾ അത് ഷെയർ കൂടി, ബാക്കിയുള്ള ആളുകളൊക്കെ ഉദ്ഹിയത്തായിരിക്കും. ഇവൻ 7 ആളുകൾ ഒരാളായിട്ട് ഓൻ 7 വാങ്ങുന്നു. എന്നിട്ട് ഇവൻ്റെ കുട്ടിയുടെ പേരിൽ അക്കീക്ക നിയ്യത്ത് വെക്കാം. ഇനി അതുപോലെ തന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഏതാളുകൾക്കും സ്വന്തമായി ഉദ്ഹിയത്ത് ഇറക്കാം. അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ പേരിൽ അറുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇറക്കാം. കാരണം നമ്മളൊക്കെ ഉപ്പാർക്ക് ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇറക്കാനുള്ള കഴിവുണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ പേരിൽ നമുക്ക് ഈ പ്രായപൂർത്തിയായ ഏതാളുകൾക്കും ഇറക്കാം. അവരുടെ സമ്മതപ്രകാരം ഉപ്പാക്കും ഇറക്കാം. ഉപ്പാക്ക് എന്നല്ല ആർക്കും ഇറക്കാം. ഇപ്പോൾ ഞാൻ സമ്മതം തന്നാൽ എൻ്റെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇറക്കാൻ മറച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഏതാളുകൾക്കും ഇറക്കാം. അപ്പോൾ ഈ പ്രായപൂർത്തിയായ ആൺകുട്ടികളോ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് വാപ്പ സമ്മതം വാങ്ങിയിട്ട് ഇപ്പോൾ വാപ്പാക്ക് വേണമെങ്കിൽ ഇറക്കാം. അതുപോലെ തന്നെ ഭാര്യയോട് സമ്മതം വാങ്ങിയിട്ട് ഭാര്യൻ്റെ പേരിൽ ഇറക്കാം. മാതാപിതാക്കളോട് സമ്മതം വാങ്ങിയിട്ട് അവർക്കൊന്നും ചിലപ്പോൾ പ്രായമുള്ളവർക്ക് അറുത്തിട്ടുണ്ടാവില്ല അക്കീക്ക, അവരോട് സമ്മതം വാങ്ങിയിട്ട് അവരുടെ പേരിൽ ഇറക്കാം. ഇനി സ്വന്തമായിട്ട് അറുത്തിട്ടില്ലെങ്കിൽ അതും ഇറക്കാം. അപ്പോൾ പക്ഷേ എത്ര അക്കീക്കളാണ് ചെയ്യണമെങ്കിൽ അത്ര ഷെയർ വാങ്ങണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നിൽ നമ്മൾ ചേരുകയാണെങ്കിൽ പിന്നെ ഭാര്യൻ്റെ പേരിലും മകൻ്റെ പേരിലും നമ്മുടെ പേരിലും 3 ഇറക്കണമെങ്കിൽ 3 ഷെയർ വാങ്ങണം. ഇനി നമുക്ക് ഉദ്ഹിയത്ത് കിട്ടണമെങ്കിൽ അതിന് 4 ഷെയർ വാങ്ങണം. എന്നിട്ട് ഓരോന്നിനും വേറെ വേറെ നിയ്യത്ത് വെക്കണം. ഓരോന്നിൻ്റേതായ നിയ്യത്ത് വേറെ വേറെ വെക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ അക്കീക്കൻ്റെ വിഷയം പറയുകയാണെങ്കിൽ ഓക്കെ, അത് ഉദ്ഹിയത്തല്ലാതെ തന്നെ ഏത് കാലഘട്ടത്തിലും നമുക്ക് വേണമെങ്കിൽ ഒരു പിന്നെ മാടിനെ, ആട് ആകുമ്പോൾ ഇത് പറ്റില്ല, ഒന്ന് മാത്രമേ പറ്റുള്ളൂ. പശുവോ അല്ലെങ്കിൽ ഒട്ടകമോ ഒക്കെ ആകുമ്പോഴാണ് ഈ പറഞ്ഞ ഏണം എന്ന് പറയുന്നത്. ആ സമയത്തിലൊരു പിന്നെ പശുവിനെയോ കാളയെയോ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ 7 ആളുകൾ ഇത് ഇറക്കാത്തുണ്ടെങ്കിൽ 7 ആൾക്കും അക്കീക്ക തന്നെ ആക്കി നമുക്ക് ഇറക്കാം ഈ പറഞ്ഞതുപോലെ. അപ്പോൾ അവിടെ ഉദയത്തിൻ്റെ കാലം നോക്കേണ്ട ദിവസം ഏത് കാലത്തും ഇറക്കാം. ഉദയത്തിന് സമയമുണ്ടല്ലോ, അയ്യാമത്തെ ശരിക്കേണ്ട ദിവസങ്ങളിൽ പെരുന്നാളിൻ്റെ ഒന്നിൽ ഇറക്കാൻ പറ്റും. അല്ലാത്ത സമയത്തിൽ ഒന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നമുക്കൊക്കെ ഇറക്കാം. ഈ പിന്നെ 3 ആൾ തന്നെ 3 ആളത്തെ ഇറക്കാം, 7 ആൾ വരെ ഇറക്കാമെന്നാണ്. 7 ആൾ തികഞ്ഞോളന്നില്ല. 5 ആളാണെങ്കിൽ 5 ആളുടെ പേരിൽ അക്കീക്ക ഇറക്കാം. എൻ്റെതും ഭാര്യൻ്റെതും എൻ്റെ 3 കുട്ടികളുടേതും അങ്ങനെ 5 ആളുടേത്. ഭാര്യയോട് സമ്മതം വാങ്ങേണ്ടി വരും, കുട്ടിയൊക്കെ പ്രായപൂർത്തി തന്നെ അവരോട് സമ്മതം വാങ്ങേണ്ടി വരും. അല്ലാത്തവരെ ഇയാൾക്ക് തന്നെ ഇറക്കാം, നേരത്തെ പറഞ്ഞതുപോലെ സുന്നത്തായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ 5 ആൾക്ക് ഒരു പോത്തിന് വാങ്ങി ഇപ്പോൾ ഒന്നായിട്ടാണ് അറുത്താലും മതി എല്ലാം നെയ്യത്ത് വെച്ചിട്ട്. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അക്കീക്കയിൽ. അക്കീക്കയും ഉദയത്തും അങ്ങനെയും ചെയ്യാം. അതുപോലെ നമ്മുടെ ഉദയത്തിൻ്റെ മൃഗം ഏത് മൃഗമാണ്, എത്ര വയസ്സുണ്ടായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് ഉസ്താദ് വിവരിക്കാം. അതിപ്പോൾ ആട്, മാട്, ഒട്ടകം, ഈ 3 എണ്ണമാണ് നഅമ് എന്ന് പറയും. അതിന് ആട്, മാട്, ഒട്ടകങ്ങൾക്കാണ് നഅമ് എന്ന് പറയാം. ഇവകളാണ് ഉദയത്തിന് പറ്റും. അതിന് കോലാടുമുണ്ട്, നെയ്യാടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ളത് ഒരു കോലാട് എന്നാണ് പറയാം. അതിന് 2 വയസ്സാകണം.
മറ്റേ നെയ്യാടാണെങ്കിൽ 1 വയസ്സാവുകയോ അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം അതിൻ്റെ പല്ല് സ്വമേധയാ കൊഴിഞ്ഞു പോവുകയോ ചെയ്താൽ അതിനെ അറക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്തരം മാടുകളില്ല. പിന്നെ മാട് എന്ന് പറഞ്ഞതിൽ പശു, പോത്ത്, എരുമ പോലെയുള്ള ഈ ജീവികളൊക്കെ പെട്ടു. അത് ആണും പെണ്ണൊക്കെ അറക്കാവുന്നതാണ്, അതിൻ്റെ മറ്റു നിബന്ധനകളൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ. അപ്പോൾ അത് അറക്കുമ്പോൾ അതിനും 2 വയസ്സാകണം. ഒട്ടകത്തിനാണെങ്കിൽ 5 വയസ്സാകണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതില്ല. ഈ പറഞ്ഞ പിന്നെ മാട് അതുപോലെ ഒട്ടകം ഇതിൽ മാത്രമേ ഈ ഷെയർ പറ്റുള്ളൂ. ആട് ഒരാൾക്ക് മാത്രമേ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് പറ്റുമെന്ന അഭിപ്രായങ്ങളൊക്കെ അതിലൊക്കെ മറ്റേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാനിതിലെ പ്രബലമായ അനുസരിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ഉദയത്ത് അറക്കുന്ന മൃഗത്തിൻ്റെ തോല് അത് പൊതുവെ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് അത് ആരാണോ അതിൻ്റെ അറുത്ത് മുറിക്കുന്നത് അവർക്ക് കൊടുക്കലാണ്. അതിൻ്റെ വിധി എന്താണ്? അങ്ങനെ തോല് കൊടുക്കാം? ഉദയത്തിൻ്റെ തോല് പിന്നെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അവരതിന് അവകാശികളാണെങ്കിൽ വേറെ മുസ്ലിങ്ങളും ഇത് വാങ്ങാൻ പറ്റിയ ആളുകളാണ്, അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അവർക്ക് കൂലിയായിട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കൊടുക്കുന്നത് ഈ തോൽ അവരുടെ നമ്മളിപ്പോൾ ഉദയത്തിൻ്റെ മാംസം ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നവരുടെ വീടുകളിൽ എന്നതുപോലെ തോലും ഈ അറവുകാർ മുസ്ലിങ്ങളാണെങ്കിൽ ഈ തോല് നമ്മൾ അറക്കുന്ന ആളുടെ വകയിൽ തോൽ അയക്കാണ് കൊടുക്കാം. പക്ഷെ അറക്കുന്ന ആളുകൾ ആരാണോ ഉദയത്ത് ഇറക്കുന്നവർ അവർക്ക് കൊടുക്കാം. പക്ഷെ അറക്കുന്നതിൻ്റെ വാടക അല്ലെങ്കിൽ കൂലി ഉണ്ടാവരെ പണിക്കൂലി, ആ പണിക്കൂലിയായിട്ട് തോല് കൊടുക്കാൻ പറ്റില്ല. അത് വിൽക്കാനും പറ്റില്ല. അത് കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് വിൽക്കാൻ പറ്റുമെന്നല്ലാതെ ഇപ്പോൾ ഈ കച്ചവടക്കാരനും നമുക്ക് വിൽക്കാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുക, അവർ വേണമെങ്കിൽ വിൽക്കുക. ഇപ്പോൾ അവിടെ ഹാജരാകുന്ന ഏതെങ്കിലും പാവങ്ങൾ ഉണ്ടാവില്ല, ഇതുപോലെ അവന് കൊടുത്തെന്നറിയാം, അവൻ അവിടെ നിന്ന് തന്നെ ആ കച്ചവടക്കാരനോട് കൊടുത്താൽ മതി. 60,000 കൊടുത്താൽ നടക്കും. അതൊക്കെ പിന്നെ പഴയ കാലത്തായിരുന്നു. ഇപ്പോൾ തോലിനൊന്നും കാര്യമായിട്ട് വില ഇല്ലാത്തതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ 100-200 റുപ്യൊക്കെ കിട്ടും, ചിലപ്പോൾ അതും കിട്ടാത്ത അവസ്ഥയാണ് ഈ തോലിനുള്ളത്. അപ്പോൾ അത് കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. പണ്ടൊക്കെ നല്ല വില ഉണ്ടായിരുന്നു. പിന്നെ ഉദൂഹിയത്തിൻ്റെ ഈ മാംസം അന്യമതസ്ഥർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് വിധി? ഉദയത്തിൻ്റെ മാംസം അന്യമതസ്ഥർക്ക് കൊടുക്കാൻ അത് പാടില്ല. ഇസ്ലാമിലെ ഇബാദത്തുകൾ 2 ഐറ്റം ഇബാദത്തുകളുണ്ട്. ചില ഇബാദത്തുകൾ അതിൻ്റെ സമയം, രൂപം, ഭാവം ചെയ്യേണ്ടതൊക്കെ നിർണ്ണയിക്കപ്പെട്ട ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകളെ നമുക്ക് അങ്ങനെ തന്നെ നിർവഹിക്കാൻ പറ്റൂ. ചില ഇബാദത്തുകൾ അങ്ങനെയല്ല, അതിന് രൂപവും ഭാവവും സമയവും നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഉദാഹരണത്തിന് സദക്ക കൊടുക്കുക, അതൊരു ഇബാദത്താണ്. പക്ഷേ അതിന് ഇന്ന സമയത്ത് കൊടുക്കണമെന്നോ ഇത്ര കൊടുക്കണമെന്നോ ഇന്ന ആൾക്ക് കൊടുക്കണമെന്നില്ല. അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം, അമുസ്ലിങ്ങൾക്ക് കൊടുക്കാം, പിന്നെ ഹിന്ദുക്കൾക്ക് കൊടുക്കാം, ക്രിസ്ത്യാനിക്ക് കൊടുക്കാം, നിരീശ്വരവാദികൾക്ക് കൊടുക്കാം, ആർക്കും കൊടുക്കാം. സദക്ക ആർക്ക് കൊടുത്താലും കൂലി കിട്ടും. കൊടുക്കാമെന്നാണ്, കൊടുക്കൽ അനുവദിനാന്നല്ല, കൊടുത്താൽ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് അത്. അതേ സമയത്തിൽ ഈ ഉദ്ഹിയത്ത്, സക്കാത്ത് പോലെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. അത് ഇന്ന ആൾക്ക് ഇത്ര ഇങ്ങനെയൊക്കെ കൊടുക്കാന്നുള്ള രൂപവും ഭാവവും നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇബാദത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റൂ. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ അതിന് വകുപ്പില്ല. വളരെ അപൂർവം ചില കിതാബുകളൊക്കെ ദിമ്മിയായ കാഫറിന് കൊടുക്കാന്നുള്ള ചില ചർച്ചകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ദിമ്മിയായ കാഫർ എന്നത് അതിന് നിബന്ധനകളൊക്കെ ഒത്ത കാഫറൊന്നും നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ല. അപ്പോൾ ഈ മാംസം അവർക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ പക്ഷേ നമ്മൾ സാമൂഹികമായി ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ അതിനൊരു പ്രതിസന്ധിയോ തെറ്റിദ്ധാരണയോ ഉണ്ടാക്കാത്ത രൂപത്തിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇത് നമ്മളെ മതപരമായ വിഷയമാണ്. നമ്മൾ തൊട്ട അയൽവാസിയാണെങ്കിൽ, നമ്മളെല്ലാ കാര്യത്തിലും ഷെയർ കൂടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ മറ്റു ഒരല്പം മാംസം വാങ്ങിക്കൊണ്ടുവന്ന് അതവർക്ക് കൊടുത്താൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അവരോട് അത് പറഞ്ഞിട്ടോ പറയാതെയോ ചെയ്യാം. അത് ഒരിക്കലും അവർക്ക് മാംസം കൊടുക്കുന്നതിനോ അവരുടെ മതപരമായ എന്തെങ്കിലും വിരോധമോ ഒന്നുമല്ല. ഇതൊരു ആരാധന ചെയ്യാനുള്ള നിബന്ധനകളാണ്. ഈ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ചിലർക്ക് കൊടുത്താൽ വിടാത്തതുണ്ട്. ഇപ്പോൾ നിർബന്ധമായ നീർച്ചയാക്കിയ ഒതുകിയത്താണെങ്കിൽ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന, നമ്മൾ ഏറ്റവും ആദരിക്കുന്ന ടീമാണ് അഹ്ലു ബൈത്ത്. ഈ അഹ്ലു ബൈത്തിന് നീർച്ചയാക്കിയ ഒതുകിയത്ത് കൊടുത്താൽ വിടൂല. അത് അവരെ അവഗണിക്കല്ല, അതൊരു നിയമമാണ്. എന്നതുപോലെ തന്നെയാണ് ഇവിടെയും. ഇത് അവരെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വിദ്വേഷമോ അല്ലാതൊരു നിയമമാണ്. മുതലാളിമാർക്ക് കൊടുത്താൽ വിടൂല, നിർബന്ധമായത്. മുതലാളിമാരെ പിന്നെ നമുക്ക് പറയാം മുതലാളി ആയതാണ്. വളരെ പാവപ്പെട്ട ഒരു തങ്ങളുട്ടി നമ്മളെ അയൽവാസിയായിട്ടുണ്ട്. നമ്മളൊരു നീർച്ചയാക്കിയ ഒരാടോ പശുവുണ്ട്, അതിനറക്കുകയാണ്. അതിന് ഒരു കഷ്ണ മാംസം പോലും അവർക്ക് കൊടുത്താൽ വിടൂല. അപ്പോൾ അത് ഹിന്ദു എന്നതുകൊണ്ടോ മുസ്ലിം അല്ല എന്നതുകൊണ്ടല്ല, മതപരമായ ഒരു നിയമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അഹ്ലു ബൈത്തിന് കൊടുത്താലും അവിടെ വിടാതിരിക്കുന്നത് അതുകൊണ്ടാണ്. അതേപോലെ ഇത് സുന്നത്തായത് അഹ്ലു ബൈത്തിന് കൊടുക്കാം, സദക്ക ആർക്ക് കൊടുക്കാം, ഹിന്ദുക്കൾക്ക് കൊടുക്കാം. ഉദ്ഹിയത്തിൻ്റെ മാംസം എന്നത് മറ്റു മതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല എന്നത് മതപരമായൊരു നിയമമാണ്. അതുപോലെ മറ്റു മതത്തിലും ഒരുപാട് നിയമങ്ങളുണ്ട്. അവരുടെ മതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് തരാൻ പറ്റുന്നുണ്ട്, നമുക്ക് തരാൻ പറ്റാത്തതുണ്ട്. നമ്മളെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. ചില സമയത്ത് അവർക്ക് ചില നീർച്ചയാകുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഹിന്ദുക്കളിൽ കാണാം. അതൊക്കെ മതപരമായ നിയമങ്ങളാണ്. അതൊക്കെ ഓരോ മതങ്ങളും മതങ്ങളായി നിലനിന്നുകൊണ്ട് മാനുഷികമായ ഒരു സൗഹാർദ്ദമാണ് മതസൗഹാർദ്ദം എന്നതിൻ്റെ അർത്ഥം തന്നെ. ഈ ഉദ്ഹിയത്ത് അറക്കുന്നത് സമയം, അതിൻ്റെ സമയം ഒന്ന് പറയാൻ പറ്റും? ഉദയത്ത് പെരുന്നാളിൻ്റെ ദിവസം അഥവാ ദുൽഹിജ്ജ 10 അന്ന് സൂര്യൻ ഉദിച്ച് ഒരു ചെറിയ 2 റക്അത്ത് നിസ്കരിക്കാനും ഖുതുബ ഓതാനുള്ള സമയം കഴിഞ്ഞാൽ
അതിൻ്റെ സമയം ആരംഭിച്ചു. പിന്നെ അയ്യാമത്ത് ശരിക്ക് അഥവാ ദുൽഹിജ്ജ 13 മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ അതിൻ്റെ സമയമാണ്. ഉളുഹിയത്തിൽ അറക്കുന്ന സമയത്ത് ഏത് അവയത്തിൽ നിന്നാണ് ഭക്ഷിക്കേണ്ടത്? ഉളുഹിയത്ത് അറക്കുന്ന അവസരത്തിൽ പിന്നെ 2 ഉളുഹിയത്തുണ്ട്. ഒന്ന് നിർബന്ധമായ ഉളുഹിയത്ത്, ഒന്ന് സുന്നത്തായ ഉളുഹിയത്ത്. നിർബന്ധമായ ഉളുഹിയത്ത് എന്നത് നേർച്ചയാക്കുന്നതാണ്. നേർച്ചയും 2 ആയിട്ടുണ്ട്. ഒരു നിർണിത മൃഗത്തെ നേർച്ചയാക്കുന്നതുണ്ടാകും, അതല്ല ഞാൻ ഉളുഹിയത്ത് നേർച്ചയാക്കുന്നതുണ്ടാവും. ഉളുഹിയത്ത് നേർച്ചയാക്കിയതാണെങ്കിൽ പിന്നെ ഏത് മൃഗവും അറക്കാം. ഒരു നിർണിത മൃഗത്തെ നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ തന്നെ അറക്കണം. ഏതായാലും അത് നേർച്ചയല്ലല്ലോ നമ്മളെ ചോദ്യത്തിലുള്ളത്. ഏതാണെങ്കിലും അത് പിന്നെ ഈ അറക്കുന്ന ആളുകൾക്കോ അവൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ ആളുകൾക്കോ ഒന്നും ഭക്ഷിക്കാൻ പറ്റൂല. അത് മുതലാളിമാർക്ക് കൊടുക്കാൻ പറ്റില്ല, അഹ്ലു ബൈത്തിന് കൊടുക്കാൻ പറ്റില്ല. അത് മുഴുവനും ഫക്കീർ മിസ്കീന് തന്നെ കൊടുക്കണം. ആ നാട്ടിലുള്ള ഫക്കീർ മിസ്കീന് തന്നെ കൊടുക്കണം. അന്യ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ എല്ലാ നിബന്ധനകളും അതിനുണ്ട്. അതേ സമയത്തിൽ സുന്നത്തായ ഉളുഹിയത്ത്, അതാണ് ഭൂരിഭാഗം നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ നടക്കാറുള്ളത്. നേർച്ചയാക്കുന്ന ആളുകൾ അതിലുണ്ടാവും. നേർച്ചയാക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും വളരെ ശ്രദ്ധിക്കും വേണം. ചിലരൊക്കെ ഒരു ഉളുഹിയത്ത് നേർച്ചയാക്കിയിട്ട് ഒരു ഷെയർ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ ആ 7 കൃത്യമായിട്ടും പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ അവർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. സാധാരണ പള്ളി കമ്മിറ്റീൻ്റെ ഇതിലോ അല്ലെങ്കിൽ മറ്റുള്ള നടത്തുന്നതിൽ ഒരു ഷെയർ വാങ്ങിയിട്ട് അങ്ങോട്ട് ഉളുഹിയത്ത് അറുത്ത് എല്ലാവരും കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ നേർച്ച വിടൂല. അത് മറ്റൊരു വിഷയമാണ്. ഏതോ ആട്ടെ, സുന്നത്തായ ഉളുഹിയത്താണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് അവനവന് ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു കറി വെക്കാൻ പറ്റുന്ന, ഉദാഹരണത്തിന് 500 ഗ്രാം എടുത്തിട്ട് ബാക്കി മുഴുവൻ അങ്ങോട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അത് കരളിൻ്റെ ഭാഗമാവും. അതെ, അത് അവരെ കൊടുക്കുമ്പോൾ അത് ഹക്കീക്കത്തും ഇതൊക്കെ ആകുന്ന സമയത്തിൽ കരളിൻ്റെ ഭാഗമാവലാണ് ഏറ്റവും നല്ലത്. അത് തന്നെ ഈ 500 ഗ്രാം എന്തെങ്കിലും എടുത്തിട്ട് ബാക്കി മൊത്തം കൊടുക്കലാണ് അഫ്ളൽ. ഇനി ഒരാകെ 500 കൊടുത്തിട്ട് ബാക്കി മുഴുവൻ അയാൾ എടുത്താലും ഉളുഹിയത്ത് ശരിയാവും. ആകെ ഒരു 500 പാവപ്പെട്ടവന് കൊടുത്തു, അതേപോലെ നിർബന്ധമുള്ളവർ. ബാക്കിയുള്ളത് ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുക്കണം മാത്രം. ബാക്കി മുഴുവൻ അയാൾ എടുത്താൽ ഉളുഹിയത്ത് ശരിയാവും ചെയ്യും. ഇനി ഒരാൾ കൂടുതൽ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ പറഞ്ഞു, ഒരു കറിയൊക്കെയുള്ള കരളിൻ്റെ ഭാഗമാകുന്ന കുറച്ച് എടുത്തിട്ട് ബാക്കി മൊത്തം കൊടുക്കലാണ് ഏറ്റവും അഫ്ളൽ. പലരും മനസ്സിലാക്കി വെച്ച് 3 എടുക്കുക ബാക്കി കൊടുക്കുക എന്നാണ്. അങ്ങനെയല്ല, ഏറ്റവും നല്ലത് ഇത്ര എടുത്തിട്ട് ബാക്കി മൊത്തം കൊടുക്കലാണ്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ പരമാവധി 3 ആകുമ്പോൾ എങ്കിലും സ്റ്റോപ്പ് ആക്കിയിട്ട് ബാക്കി കൊടുക്കലാണ് ഏറ്റവും അടുത്ത അഫ്ളൽ പറയുന്നുണ്ട്. അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും 3 എടുക്കുക ബാക്കി 3 കൊടുക്കുക എന്നത് കടന്നു വന്നത്. അതല്ല ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. പിന്നെ ഉളുഹിയത്ത് അറുക്കാൻ ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ ചെയ്യേണ്ടത്? ഉളുഹിയത്ത് ഇറക്കാൻ ഒരാൾ നീയത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ദുൽഹിജ്ജ 1 മുതൽക്ക് ഒരാൾ മനസ്സിൽ കരുതി ഉളുഹിയത്തിൻ്റെ നീയത്തല്ല, മനസ്സിൽ ഉദ്ദേശിച്ച് കഴിഞ്ഞ ആളുകൾക്ക് ദുൽഹിജ്ജ 1 മുതൽക്ക് അവൻ്റെ ശരീരത്തിലെ നഖം, മുടി പോലെയുള്ള ഒന്നും നീക്കാതിരിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. പിന്നെ മൃഗത്തിനെ വാങ്ങുന്ന അവസരത്തിൽ അത് പരമാവധി ഏറ്റവും നല്ല മൃഗമായിരിക്കലും അതുപോലെ തന്നെ വെള്ളയായിരിക്കൽ സുന്നത്താന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ സുന്നത്തുകൾ പറയുന്നുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് അറുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്താന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ സുന്നത്തുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ നഖം മുറിക്കൽ പിന്നെ ഏത് സമയത്താണ്? അത് അറുത്തതിന് ശേഷം പിന്നെ നഖം മുടിയൊക്കെ നീക്കാം. അതിന് മുമ്പ് വേണമെങ്കിൽ ദുൽഹിജ്ജ 1 പിറക്കുന്നതിന് മുമ്പ് തലേന്ന് വേണമെങ്കിലൊക്കെ വെട്ടി റെഡിയാക്കി വെക്കാം. പിന്നെ ഒരു 10 ദിവസത്തെ ഗ്യാപ്പല്ലേ ഉണ്ടാവുള്ളൂ. മഹല്ലുകളിൽ നടത്തുന്ന ഉളുഹിയത്തുണ്ടല്ലോ, ഇത് ഷെയർ ആയിക്കൊണ്ട് നടത്തുന്ന, പൈസ സ്വരൂപിച്ച് അവർ മൃഗം വാങ്ങി നടത്തുന്ന ഉളുഹിയത്തിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച്. മഹല്ലത്തുകളിൽ നടത്തുന്ന, നേരത്തെ നമ്മൾ അതിൻ്റെ ഉപകാരങ്ങൾ കുറച്ച് പറഞ്ഞു, അതുകൊണ്ടുള്ള. എന്നാൽ അഫ്ളൽ വീട്ടിൽ വെച്ചാകുക എന്നുള്ളതും പറഞ്ഞു. എന്നാൽ ഇതുകൊണ്ട് കിട്ടുന്ന ഒരുപാട് ഉപകാരങ്ങൾ പറഞ്ഞു. എന്നാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന, ശ്രദ്ധിക്കാതെ പോയാൽ ഉളുഹിയത്ത് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം കൂടി അതിലുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറയാൻ ബാക്കിയുള്ളത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മഹല്ലത്തുകളിൽ കുറേ ആളുകൾ ഷെയർ കൂടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 70 ആൾ കൂടിയിട്ടുണ്ട് നോക്കുക. അപ്പോൾ 70 ആൾ കൂടുമ്പോൾ ഇവർ 10 മൃഗത്തിന് വാങ്ങിക്കൊണ്ടുവരും. ഈ 70 ആളുകളാണ് 10 മൃഗം. ഏത് മൃഗം ആരുടേതെന്ന് നിർണ്ണയിക്കണില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാം. അങ്ങനെ 10 മൃഗത്തിന് കൊണ്ടുവന്ന് ഈ 70 ആൾക്കുമാണ്. എല്ലാവരും നീയത്തൊക്കെ അവൻ ഇറക്കുകയാണ്. അങ്ങനെ ആയാൽ ഒരാൾക്ക് പോലും ഉളുഹിയത്തിൻ്റെ കൂലി കിട്ടൂല, മൊത്തം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഓരോരുത്തർക്കും ഒരു മൃഗത്തിൻ്റെ 1/7 അവരുടെ ഉടമയാകുന്ന പ്രവർത്തനം നടത്തണം. എന്നതിന് ശേഷം മാത്രമേ ശരിയുള്ളൂ. മൃഗത്തെ നിർണ്ണയിച്ചിട്ട് ഇൻ്റെത് ഇതാ, ഉദാഹരണത്തിന് 10 മൃഗം കൊണ്ടുവന്നാൽ 1 നമ്പർ ഇട്ടു, 1 നമ്പർ ഇട്ടുണ്ടെങ്കിൽ എൻ്റെത് ആ 1-ലാണെങ്കിൽ ആ 1-ൻ്റെ 1 എനിക്ക് ഉടമയാകണം. ഉടമയാകണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ ഞാൻ മഹല്ല് കമ്മിറ്റിക്ക് എൻ്റെ വ്യക്തികളെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടി വാങ്ങാൻ അവരെ ഏൽപ്പിക്കണം. അങ്ങനെ പറ്റും അവർ എനിക്ക് വേണ്ടിയിട്ട് ഒരു മൃഗത്തെ വാങ്ങണം. അതോ ഞാൻ ഉൾപ്പെടുന്ന ആൾക്ക് വേണ്ടിയിട്ട് അവർ മൃഗത്തെ വാങ്ങണം. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ 7 എൻ്റെതായി. ഇനി അതല്ല, അവർ ഒന്നായിട്ട് വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ എൻ്റെ വിഭാഗത്തിലുള്ള ആളുകളെ വിളിച്ചിട്ട് ഈ മൃഗം നിങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിൽക്കണം.
അങ്ങനെ ആയാൽ അവർ വാങ്ങിക്കൊണ്ടുവന്ന മൃഗം നമുക്ക് വിറ്റാൽ മതി. അപ്പോൾ അതിൻ്റെ ഏയിലും നമ്മളെന്താവും. അങ്ങനെ നമ്മളത് ഏയിലൊന്നും ആയെങ്കിൽ മാത്രമേ ഉദയത്ത് ശരിയാവുള്ളൂ. അതാണ് അവിടെ സംഭവിക്കുന്ന, പലയിടത്തും സംഭവിക്കുന്ന ഒരു പ്രശ്നം ഞാൻ കാണുന്നത്. നമ്മളറിയാവുന്ന പല സ്ഥലത്തും നമ്മളങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പലയിടത്തും മുമ്പൊന്നും അങ്ങനെയല്ല നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പ്രശ്നം സംഭവിക്കേണ്ടത്. ഒരു 5 6 10 ഒക്കെ വാങ്ങിക്കൊണ്ടുവരും, എല്ലായിടത്തും അതിനുള്ള ആളുകളെ റെഡിയാക്കിയിട്ടുണ്ടാവും, പൈസയും വാങ്ങിയിട്ടുണ്ടാവും, ആൾ പോകും. ചില സ്ഥലങ്ങളിൽ പിന്നെ എല്ലാവരോടും ഒരുപോലെയാണ് പൈസയും വാങ്ങുന്നത്. ഓദ്യത്തിൻ്റെ ഷെയർ എത്രയെന്ന് വെച്ചാൽ 9,000 അല്ലെ 10,000 വില്ലിട്ടുണ്ടാവും. ഈ 9,000 റുപ്യ ഈ എല്ലാവരുടെയും മൃഗത്തിൻ്റെ പിന്നെ ഏയിലൊന്നും 9,000 ആവില്ലല്ലോ. ഒരു മൃഗത്തിൻ്റെ വില അത് 40,000, മറ്റേ 45,000, മറ്റേ 50,000, മറ്റേ 60,000. അപ്പോൾ ഇവർക്ക് വേണ്ടി വാങ്ങിയതാണെങ്കിൽ ഇവരുടെ മൃഗത്തിൻ്റെ ഏയിലൊന്നാണ് ഇവരോട് വാങ്ങേണ്ടത്. അത് ചിലത് 9,000 അധികമാവും, ചിലത് 9,000 കുറവായിരിക്കും. ഇനി അതല്ല നമ്മൾ ഇവർക്ക് വിൽക്കുകയാണെങ്കിൽ, വാങ്ങിക്കൊണ്ടുവന്ന് വിൽക്കുകയാണെങ്കിൽ അവരോട് ഇതിന് വില പറയണം. ഇയാളെ വിളിച്ചിട്ട് നിങ്ങളുടെ മൃഗത്തിന് നിങ്ങൾക്ക് 50,000 റുപ്യക്ക് വിറ്റു എന്ന് പറയാം. അപ്പോൾ 50,000 റുപ്യക്ക് വിറ്റു എന്ന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ 50,000-ൻ്റെ ഏയിലൊന്നാണ് ഞാൻ കൊടുക്കേണ്ടത്, ഒരു ഉദാഹരണം. അപ്പോൾ മറ്റേ മൃഗത്തിന് വിട്ടിട്ടുണ്ടായി 80,000 ആണെങ്കിൽ അവർ 80,000-ൻ്റെ കൊടുക്കണം. ഒരു മൃഗത്തിന് 1,00,000 വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏയിലൊന്ന് കൊടുക്കണം. അങ്ങനെയാണ് തൽക്കാലം ഒരു ഏകദേശ സംഖ്യ എന്ന നിലയ്ക്ക് ഒരു സംഖ്യ വാങ്ങാം. ഇനി അതല്ലെങ്കിൽ പിന്നെ അവർ മൃഗത്തിന് അവരെ പൈസക്ക് വാങ്ങിക്കൊണ്ടുവന്നു, എന്നിട്ട് എല്ലാ മൃഗത്തിനും ഒരു വിലയ്ക്ക് വിൽക്കുകയും അത് വാങ്ങുകയും ജനങ്ങൾ തയ്യാറായാലും ഓക്കെ. പക്ഷേ അത് ഒരു രസം അന്തള്ള ആളുകൾ അതിന് തയ്യാറാവില്ല. കാരണം ഈ ചെറിയ മൃഗത്തിന് 50,000 തന്നെ, വലിയ മൃഗത്തിന് 50,000 തന്നെ എന്നാൽ എല്ലാവരും വലിയ കച്ചറാക്കൂലേ. അപ്പോൾ ആരും അത്ര കുറഞ്ഞ വിലക്ക് വാങ്ങാൻ തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെയും മൃഗത്തിൻ്റെ ഏഴിലൊന്നിൻ്റെ വിലക്ക് അവർക്കത് വിൽക്കണം, അപ്പോഴേ അവരുടേതാകുള്ളൂ. അതാണ് ഇതിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധി. അത് ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നമില്ല, അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് അറുത്ത് കഴിഞ്ഞാൽ 7 ആൾ ഷെയർ കൂടിയതാണെങ്കിൽ 7 ആളുടെ 7 ഓഹരി ഫക്കീർ മിസ്കീനന്മാർക്ക് പോകണം. അതായത് ഒരാളുടെ ഒളിയത്ത് ചെയ്യാമെങ്കിൽ, നേരത്തെ പറഞ്ഞു സുന്നത്തായ ഒളിയത്താണെങ്കിൽ ഒരു കറി വെക്കാനുള്ളതെങ്കിലും അതിൽ നിന്ന് ഫക്കീറിലേക്ക് പോകണം, ഫക്കീർ മിസ്കിലേക്ക് പോകണം, ഏതെങ്കിലും വിഭാഗത്തിലേക്ക്. അപ്പോൾ ഇവിടെ 7 ആൾ കൂടുമ്പോൾ 7 ഓരി പോകണം. അപ്പോൾ ചുരുങ്ങിയതൊരു 3.5 കിലോ, 500 വെച്ച് നമ്മൾ കൂട്ടിയാൽ ഒരു 3.5 കിലോ, ഒരു 3.5 കിലോനെങ്കിലും ഫക്കീർ മിസ്കിലേക്ക് പോകണം. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് പലപ്പോഴും 1/3 ഈ അടുത്ത ആളുകൾ കൊടുക്കുമ്പോൾ അവരതരം വീട്ടിൽ കൊണ്ടേക്കും, അവർ അടുത്ത മുതലാളിമാർക്കും ആർക്കായ ഒരു കൊടുത്തുണ്ടാവും, ബാക്കിയുള്ളത് മൊത്തം വെട്ടി കൂട്ടിയിട്ട് മഹല്ലത്തിലാണ് കൊടുക്കും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചില മൃഗത്തിൻ്റെത് തീരെ ഫക്കീർ മിസ്കിലേക്ക് പോയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഒരു 500 ഒക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പറഞ്ഞ ഒരു കറിയൊക്കെയുള്ള അത്ര പോയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പല മിസ്കിന്മാർക്കും ഓരോ കഷ്ണങ്ങൾ പോയിട്ടുണ്ടാവും, ഒന്നായി വെട്ടിയിട്ടല്ലേ, ഒന്ന് തീന്ന് ഒന്ന് മറ്റേന്നേക്ക് പോയിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു വലിയ പ്രതിസന്ധി മഹല്ലത്തുകൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ എൻ്റെ നാട്ടിൽ ഈ വിഷയം ഞങ്ങൾ തുടങ്ങിയ സമയത്തിൽ ഈ മസാലകളൊക്കെ പറഞ്ഞപ്പോൾ ചെയ്ത ഒരു മാർഗ്ഗം എന്താ വെച്ചാൽ, ഒരു മൃഗത്തിനറുത്ത് അതിൻ്റെ മാംസം വെട്ടാൻ തുടങ്ങിയാൽ ആദ്യം ഒരു 3.5 കിലോ ഒരു പ്രത്യേക കവറുള്ള കളറിൽ, നമ്മളിപ്പോൾ വെള്ളയിലാണ് വീടുകൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു ചുവപ്പ് കളറുള്ള ഒരു കവർ വാങ്ങിയിട്ട് അതിലേക്ക് ഒരു 3.5 കിലോ എടുത്ത് വെക്കും. ഉദാഹരണത്തിന് ആ ചുവപ്പ് എടുത്തതൊക്കെ അവിടെ വേറെ വെക്കും. മഹല്ലത്തിൽ നമ്മൾ കൊടുക്കാനുള്ള ലിസ്റ്റുകളുടെ പേരിടുമ്പോൾ ഫക്കീർ മിസ്കീൻ ആളുകൾ പ്രത്യേകം റൗണ്ട് ഇടും. ആ വീടുകളിലേക്ക് കൊടുക്കുമ്പോൾ ഈ കളറുള്ള കീസിലുള്ള മാംസം കൊടുക്കും. അപ്പോൾ ഒരു 3.5 കിലോ കൊടുത്തു കഴിഞ്ഞാൽ ഈ 7 ആളുടെയും 500 വീതം ഫക്കീർ മിസ്കീൻ എത്തി. ഒരു മറ്റു മാർഗവും സ്വീകരിക്കാം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ സ്വീകരിച്ചൊരു മാർഗ്ഗം പറഞ്ഞു തന്നോളൂ. ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഒരു മൃഗത്തിൻ്റെ ഒരു 500 മാംസം വെച്ച് ഒരു 3.5 കിലോനെങ്കിലും എന്ത് ചെയ്യണം, ഫക്കീർ മിസ്കീനിലേക്ക് എത്തണം. ഇനി ഒരാളുടേതാണ് മൊത്തം മൃഗം, അങ്ങനെ ഉണ്ട്, അങ്ങനെ അതിന് മൊത്തം ഒരു 500 പോയാൽ മതി ഫക്കീർ മിസ്കീനിലേക്ക്. ഒരു 3.5 കിലോ എടുത്ത് ചൊള്ളുന്നില്ല. ഉദാഹരണത്തിന് കഴിവുള്ള ആളുകൾ ഒരു മൃഗം മൊത്തം വാങ്ങുമല്ലോ, ആ മൊത്തം വാങ്ങുമ്പോൾ അവർ അത് അറുത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് 500 മാത്രമേ ഫക്കീർ മിസ്കിലേക്ക് പോകേണ്ടുള്ളൂ. പിന്നെ മറ്റൊരു പ്രശ്നം മഹല്ലുകൾ നടക്കുന്നിടത്ത് സംഭവിക്കുന്നത്, നീർച്ചയാക്കിയത് പലതും ഇതിൽ പലരും ചേരുമുണ്ട്. അവർ പലപ്പോഴും ഇത് കമ്മിറ്റിക്കാരോടോ ഇവരോടോ നടത്തുന്നവരോടോ പറയണില്ല. അവർ നീർച്ചയാക്കി വെച്ചിട്ടുണ്ടാവും ഏതോ സമയത്തിൽ, എന്നിട്ട് അവർ ഞാനൊരു ഷെയർ ഉണ്ട് എന്നാലും പൈസ കൊണ്ട് എടുക്കും. അപ്പോൾ എല്ലാവരുടെയും അംശം പോലെ ഇവരതും അതിൽ വെട്ടിപ്പോവാണ്. നീർച്ചയാക്കി കഴിഞ്ഞാൽ 7 നീർച്ചയാക്കിയെങ്കിൽ ആ 7 മുഴുവനായിട്ടും ഫക്കീർ മിസ്കീന് തന്നെ പോകണം. അതിന് ഒരു മൃഗമാണ് നീർച്ചയാക്കി അവർ കൊണ്ടുപോയി ഇതിലേക്ക് കൊടുക്കും. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, ഒരു മൃഗം മൊത്തം നീർച്ചയാക്കിയിട്ട് ആ മൃഗം അവർ വാങ്ങി കൊടുക്കും. പക്ഷേ ആ മൃഗത്തിൻ്റെ മാംസം മുഴുവൻ ഫക്കീർ മിസ്കിലേക്ക് പോകണം. അത് മുതലാളിമാർക്ക് പറ്റൂല, അഹ്ലു ബൈത്തിന് പറ്റൂല, ഇവൻ ചെലവെടുക്കുന്ന നിർബന്ധമായ ആളുകൾക്ക് പറ്റൂല. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാകണം ഈ മഹല്ലത്തുകൾ നടത്തുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. മറ്റൊന്ന്, നിയ്യത്ത് വെക്കുന്നിടത്താണ് ഒരു പ്രശ്നം വരുന്നത്. അവർ പല ഗൾഫിലെ ആളുകളും മറ്റൊക്കെ വിളിച്ചു തന്നിട്ട് അവർ ഞാനും ഷെയറുണ്ട് അറിയും, എത്ര ഇപ്പോൾ സംഖ്യ നോക്കും, 9,000 10,000 എന്നറിയും, അതാണ് കൊടുക്കും. ഇവിടെ യഥാർത്ഥത്തിൽ ഇവൻ അറക്കാനോ വാങ്ങാനോ വക്കാലത്താക്കുകയോ ഇവൻ വിൽക്കുകയോ ചെയ്യുന്ന സാഹചര്യം വരുന്നില്ല. രണ്ടാമത് ഇവൻ്റെ നെയ്യത്ത് അവൻ വെക്കുന്നില്ല, അവൻ വേറെ ആളെ വെക്കാൻ ഏൽപ്പിക്കണമില്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇറച്ചി കിട്ടുന്നല്ലാതെ ഒളിയത്തുണ്ടാവില്ല.
അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ കൂട്ടമായി സംയുക്തമായി ഇറക്കുന്ന സമയത്തിൽ ശ്രദ്ധിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇനി ഷെയർ ആയിക്കൊണ്ട് ഇറക്കുമ്പോൾ ഈ ആളുകളും അതിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടാവണോ അതിനെക്കുറിച്ച്? അങ്ങനെ ഏഴാൾ അവിടെ ഉണ്ടാകുക എന്നുള്ളത് സുന്നത്താണ്. ഒളിയത്ത് ഇറക്കുന്ന അവസരത്തിൽ സാന്നിധ്യത്തിൽ ഉണ്ടാകുക എന്നുള്ളത് ഒന്നുകിൽ നമ്മൾ അതിൽപ്പെട്ട ഒരാളെ തന്നെ ഇറക്കുക, മക്കളുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുക എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യം, നിർബന്ധമൊന്നുമല്ല. ആ മൃഗത്തിനെ വാങ്ങിക്കൊണ്ടുവന്ന് അവരെ ഉടമയാക്കിയതിന് ശേഷം, ഉദാഹരണത്തിന് എൻ്റെ ഒരു മൃഗം ഉണ്ടെങ്കിൽ ഞാൻ ആ ഈ മൃഗത്തിൻ്റെ കയ്യിലൊന്ന് എൻ്റെ സുന്നത്തായ ഒളിയത്താണ് എന്ന്, സുന്നത്തായ ഒളിയത്ത് എന്നാണ് പറയേണ്ടത്, ഇതെൻ്റെ ഒളിയത്താണെന്നോ അതല്ലെങ്കിൽ ഇതിനെ ഞാൻ ഒളിയത്താക്കി എന്നൊക്കെ ഒരു മൃഗത്തിനെ കുറിച്ച് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ നേർച്ചയിലേക്ക്, അത് വാജിബിൻ്റെ ഇനത്തിലേക്ക് പോകും. അപ്പോൾ പിന്നെ ആ നിയമങ്ങൾ പാലിക്കേണ്ടി വരും. അപ്പോൾ പറയേണ്ട പ്രയോഗം സുന്നത്തായ ഒളിയത്ത് എന്നാണ്. ഇതെൻ്റെ സുന്നത്തായ ഒളിയത്തായി ഞാൻ നിയ്യത്ത് വെച്ചു എന്ന് ആളെ നിയ്യത്ത് വെച്ചു, പിന്നെ ഞാൻ അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, ആ മൃഗത്തെ അറക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അവിടെ ഉണ്ടായാൽ സുന്നത്താണ്, നിർബന്ധമൊന്നുമല്ല. പക്ഷെ നെയ്യത്ത് ഇവൻ വെക്കുകയോ അല്ലെങ്കിൽ നെയ്യത്ത് വെക്കാൻ വേറെ ആളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ നെയ്യത്ത് വെച്ച് പോവുകയോ ചെയ്യണം. അപ്പോൾ ഉസ്താദേ, പ്രവാസികളായ ആളുകൾ നാട്ടിൽ ഷെയറിന് കൂടുന്നുണ്ട്, അപ്പം അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? പ്രവാസികളായ ആളുകൾക്ക് നാട്ടിൽ ഷെയർ കൂടാം, പിന്നെ അതിന് കുഴപ്പമൊന്നുമില്ല. അവനവൻ്റെ നാടല്ലാത്ത മറ്റു നാട്ടിൽ കൂടാമെന്ന് നമ്മുടെ മസാലകളിലൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ നമുക്കും വേറെ നാട്ടിലേക്ക് കൂടാം. പ്രവാസി എന്ന വിഷയമല്ല, അവനവൻ്റെ നാടല്ലാത്തവർക്ക് കൂടാൻ നിർത്താം. നമുക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ട ഏതോ പാലക്കാട് ഒരാളുണ്ട്, അവിടെ ഇറക്കണമെങ്കിൽ അവിടെ കൂടാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന നാട്ടിൽ കൂടാം, ഇങ്ങനെ പലയിടത്തും കൂടാം. പക്ഷെ കൂടുന്ന അവസരത്തിൽ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒളിയത്തിൻ്റെ സമയം കൂടി ആയിരിക്കണം ഈ ഇറക്കണത്. അവരുടെ ഒളിയത്തിൻ്റെ സമയം കൂടി, അവരുടെ ഉദയത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് അവർ നമ്മളെ വക്കാലത്താക്കി നമ്മളെ അർത്ഥം ചിലപ്പോൾ ശരിയാവില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ പെരുന്നാൾ ചിലപ്പോൾ ഗൾഫ് നാടുകളിൽ ഒരു ദിവസം മുമ്പായിരിക്കും. അപ്പോൾ അവരുടെ അയ്യാമത്തെ ശരിക്ക് നമ്മുടെ അയ്യാമത്തെ ശരിക്കും ഒരു ദിവസം മുമ്പ് കഴിയും. നമ്മൾ അവസാനത്തെ ദിവസം അയ്യാമത്തെ ശരി, ഇവിടുത്തെ അയ്യാമത്തെ ശരിക്കിൻ്റെ അവസാന ദിവസം ഇറക്കുമ്പോൾ അവർക്ക് അയ്യാമത്തെ ശരി കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവരുടെ അയ്യാമത്തെ ശരി കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് ഉദയത്ത് ഇറക്കാൻ ചാൻസ് ഇല്ലല്ലോ. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടിയുണ്ടാവും. പക്ഷേ പൊതുവേ നമ്മുടെ നാട്ടിൽ പിന്നെ പെരുന്നാളിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് പിറ്റത്തെ ദിവസമാണ് അറക്കാറുള്ളത്. അങ്ങനെ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും അയ്യാമത്തെ ശരിക്കായിരിക്കും. കാരണം നമ്മളെ കൂടെയോ അല്ലെങ്കിൽ നമ്മളെ മുമ്പോ പെരുന്നാളാണ് ഗൾഫ് നാടുകൾ ഉണ്ടാവുള്ളൂ. നമ്മളെ ശേഷം പെരുന്നാളാകുന്ന അവസ്ഥ പൊതുവെ ഗൾഫ് നാടുകളില്ല. അതേ സമയത്തിൽ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ ആ പ്രശ്നവും ചിലപ്പം വരും. നമുക്ക് പെരുന്നാളായി, നമ്മൾ ഒതിയത്ത് അറുത്തു, പക്ഷെ നമ്മൾ ഏൽപ്പിച്ച ആൾക്ക് പെരുന്നാളാകാത്ത അവസ്ഥ ചിലപ്പം വരും. അങ്ങനെയൊക്കെ ആവുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ വാങ്ങാൻ, ഇതിനെ അറക്കാൻ, നെയ്യത്ത് വെക്കാനും ഒക്കെ ആരെങ്കിലും വക്കാലത്താക്കണം. നെയ്യത്ത് വെക്കാൻ ഏൽപ്പിച്ച ആളുകൾ ആ നെയ്യത്ത് വെക്കുകയും ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അവർക്കും അതിൽ അറക്കാം. പിന്നെ ഉളിയത്ത് അറക്കുന്നതിൻ്റെ കൂലിയെക്കുറിച്ചൊന്ന് പറയാമോ? നേട്ടങ്ങൾ. ഉളിയത്ത് അറുത്താലുള്ള ഒരുപാട് പുണ്യങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയുന്നത് സിറാത്ത് പാലം കടക്കാനുള്ള ഒരു വാഹനമാണ് എന്ന് പറയണം. അപ്പോൾ സിറാത്ത് പാലം കടക്കാനുള്ള വാഹനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു ആക്റ്റീവ് ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഇവിടെ ഈ റോട്ടും കൂടെ ഇങ്ങനെ നടക്കാനാണ് ഈ 1 ലക്ഷത്തിൻ്റെ മുകളിൽ വില കൊടുത്ത് ഇതൊക്കെ വാങ്ങണത്. എന്നാൽ സിറാത്ത് പാലം കടക്കാൻ ആ പാലം കിടക്കാതെ നരകത്ത് വീണാൽ അവന് വരാവുന്ന അവസ്ഥ എല്ലാവർക്കും അറിയാലോ. ആ പാലം കിടക്കാൻ ആവശ്യമാകുന്ന ഒരു വാഹനം അത് ഒരു 10,000 രൂപ എടുത്ത് വാങ്ങാനാവില്ല, അതിന് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഓൻ്റെ കയ്യിലുണ്ടാവും 1 ലക്ഷം രൂപയ്ക്ക് ഇവിടെ റോഡ് കൂടെ നടക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയ വണ്ടി. ഒരു വീട്ടിലിപ്പോൾ ഓരോരുത്തർക്കും ചെറിയ ആക്റ്റീവെങ്കിലും ഇല്ലാത്ത പാവപ്പെട്ടവരെ വീട്ടിലുള്ള അവസ്ഥയാണ്. രേസൊരു കൈവുള്ളവരുടെ വീട്ടിൽ ലക്ഷങ്ങൾ കൊടുത്ത കാറുകൾ അങ്ങനെ പോകുന്ന അവസ്ഥയാണ്. അവർക്കൊക്കെയാണ് ചിലപ്പോൾ ഇവിടെ ഒതിയത്തിന് 10,000 കൊടുക്കാനും ഷെയർ ഇടാൻ പൈസ ഇല്ല എന്ന് പറയണ്ടായി. അതൊരു വലിയ വിഷയമാണ്. രണ്ടാമത് ഈ അറക്കുന്ന ആ പെരുന്നാളിൻ്റെ ആ ദിവസത്തിൽ ചെയ്യാവുന്ന ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഇബാദത്ത് ഒതിയത്ത് അറക്കലാണ്. ഫസല്ലി റബ്ബിക വൻഹർ എന്ന് അള്ളാഹു താല തന്നെ ഖുർആനിൽ പറഞ്ഞു. നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അറക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ അതിൽ മറ്റൊരു സമർപ്പണം കൂടിയാണല്ലോ നമുക്ക്. നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഒരു ചരിത്രം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, മകനെ നിന്നെ അറക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. നബിമാരുടെ സ്വപ്നം എന്ന് പറയുന്നത് വഹിയാണ്, നമ്മളെ സ്വപ്നം പോലെ അല്ലല്ലോ, വഹി കിട്ടണം. അപ്പം ഫന്ദുർ മാതാ തറ, നിൻ്റെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കണത്. ആ ചോദിക്കുമ്പോൾ മകൻ പറഞ്ഞ മറുപടി എന്താണ്? അള്ളാഹുവെ, നിൻ്റെ കൽപ്പന എന്താണോ അതിന് നിങ്ങൾ വഴിപ്പെടുക എന്നുള്ളതാണ്. നിങ്ങളെന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ സ്വന്തം മകനെ അറക്കാൻ കത്തിവെച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം സ്മരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണത്? ഒരാടിനെ അറക്കാൻ മടിച്ചിരിക്കണത്. എന്നിട്ട് നമ്മൾ ദ്വാരിക്കണത് ഇബ്രാഹിം നബിൻ്റെ സബീലിലാണ്, ആ സുന്നത്തിലാണെന്നാണ്. അതൊക്കെ ഒരുപാട് വിഷയങ്ങളാണ്. പിന്നെ ചില ഹദീസുകളിലൊക്കെ അങ്ങനെ നമ്മൾ അറക്കാത്ത ആളുകൾ
അതായത് ഒതുകിയത്ത് ഇറക്കാൻ കൈയുണ്ടായിട്ട് ഇറക്കാത്ത ആളുകൾ നമ്മളെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടാന്ന് വരെ സൂചിപ്പിക്കുന്ന ചില സ്വഹീഹല്ലാത്തതാണെങ്കിലും ദുഴഫുകളുള്ള ഹദീസുകളാണെങ്കിലും മൗദൂന്നല്ല ദുഴഫുകളുള്ള ഹദീസുകൾ പോലും അത്തരം ചില കാര്യങ്ങളൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല മദ്ഹബുകളിലും അത് നിർബന്ധമായ കാര്യമാണ്. അതിൻ്റെ പുറമെ അതിൻ്റെ രക്തം നിലത്ത് വീഴുമ്പോഴേക്ക് ഇവൻ്റെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെടും. ഇങ്ങനെ തുടങ്ങിയിട്ട് അതൊരു വയത് പറയേണ്ട വിഷയമാണ്. കുറേ വിശാലമായിട്ട് നമ്മൾ ഇത്തരം ചെറിയൊരു ഇൻ്റർവ്യൂവിലും വിശദമായി പറയാൻ പറ്റിയൊരു കേസല്ല. ഞാൻ അങ്ങനെ നുറുങ്ങായി പറഞ്ഞു മാത്രം. അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഈ വിഷയത്തിൽ പങ്കുചേരണം. ഇപ്പോഴത്തെ ഈ സംയുക്ത അറിവ് കൊണ്ട് അത്തരം ഒരു സൗകര്യം കൂടിയുണ്ട്. എത്ര പാവപ്പെട്ട ആളുകളാണെങ്കിലും ഉദാഹരണത്തിന് ഒരാളിപ്പോൾ അടുത്ത കൊല്ലം ഒതുകിയത്ത് ഇറക്കണമെന്ന് ഇപ്പം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനിങ്ങനെ ഓരോ ദിവസത്തിൽ 100 റുപ്യ അല്ലെങ്കിൽ മാസത്തിൽ ഒരു 1000 രൂപ എടുത്ത് ഒരു കൊല്ലാകുമ്പോൾ 12,000 രൂപയില്ലേ, 1000 രൂപ ഒരു മാസത്തിൽ ഒതുകിയത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളത്. അങ്ങനെ മാറ്റി വെച്ചാൽ അടുത്ത കൊല്ലം ഇറക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു മുമ്പേ ഇപ്പോൾ പെട്ടെന്ന് ഒരു 10,000 15,000 തരുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് പ്രയാസം ഉണ്ടാവും. ഒരുങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുവിധം ആളുകൾക്കൊക്കെ അറക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുപോലെ ഉസ്താദ്, ഹാജിമാരായ ആളുകൾക്ക് ഹുദിയത്ത് ഇറക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാം. ഹാജിമാരായ ആളുകൾക്കും ഉദ്ഹിയത്ത് സുന്നത്തുണ്ട്. അവിടെ ഉദ്ഹിയത്ത് നടക്കാറുണ്ട്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ പലപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. ഹാജിമാർക്കും അത് സുന്നത്തുള്ള കാര്യമാണ്. അവർക്ക് വേറെയും ചില സുന്നത്തുകളൊക്കെ ഉണ്ട്. പോകുമ്പോൾ ഹദിയ കൊണ്ടുപോകാൻ സുന്നത്തൊക്കെ ഉണ്ട്. അതിൻ്റെ പുറമെ ഉദ്ഹിയത്ത് അവർക്കും സുന്നത്തുണ്ട്. എന്ന് മാത്രമല്ല, മക്കയിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കൊക്കെ, ഹറമിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതിനൊക്കെ 1,00,000 പ്രതിഫലം ലഭിക്കുമെന്നൊക്കെ ആണ് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറക്കുന്നതിനേക്കാൾ 1,00,000 മറവിൻ്റെ പ്രതിഫലം അവിടെ വെച്ചുകൊണ്ട് അറുത്താൽ ആ പുണ്യം കൂടി കിട്ടും. അപ്പോൾ ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ അത് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് അവിടെ അറുത്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ്. മാത്രമല്ല, അവിടെ പലപ്പോഴും ഹാജിമാരാകുന്ന ആളുകൾ മറ്റൊക്കെ വരുന്ന ആളുകൾക്കിടയിൽ ഇത് വലിയ ഉപകാരപ്പെടുകയും ചെയ്യും. ഈ പിന്നെ ഭക്ഷണത്തിനും മറ്റൊക്കെ അവിടെ യഥേഷ്ടം ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യമാണല്ലോ ആ സമയത്തുണ്ടാവുക. അപ്പോൾ ഈ ഒതുകിയത്തിൻ്റെ മാംസങ്ങളും മറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഉപകാരപ്പെടുന്ന ഒരവസ്ഥ കൂടിയാണ് പെരുന്നാളിൻ്റെ അന്നും പിറ്റേന്നുള്ള സമയങ്ങളിലൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അവിടെ അവസരമുണ്ട്. അത് പ്രത്യേകം സുന്നത്ത് തന്നെ, അവർക്കും പ്രത്യേകം സുന്നത്ത് തന്നെയാണ്. ഉസ്താദ്, നമുക്ക് ഉളിയത്തുമായി ബന്ധപ്പെട്ട് ആയങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് നമ്മോട് സംവദിച്ചു. അള്ളാഹു ഉസ്താദിൻ്റെ ഇൽമിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇത്ര നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് വളരെയധികം നന്ദി. അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിലായതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായാലും നമുക്ക് വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. കമൻറ്റിലൂടെയോ മറ്റും അറിയിച്ചാൽ മതി. പിന്നെ പ്രത്യേകം എൻ്റെയും കുടുംബത്തിൻ്റെയും ദർസിൻ്റെയും കാര്യത്തിലൊക്കെ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി വസീയത്ത് ചെയ്ത് നമുക്കും ഹജ്ജിന് പുറപ്പെട്ട ആളുകളും അതുപോലെയുള്ള എല്ലാവർക്കും അല്ലാഹു തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മറദിയ സിയാറത്തും അതുപോലെ ഉദ്ഹിയത്ത് പോലെയുള്ള സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.